ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു നോർമൽ ബിടെക് കോളേജ് ലൈഫിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ബിടെക്, എങ്ങനെയാണ് ബിടെക്കിന് അഡ്മിഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബിടെക് എന്ന് കേൾക്കുന്നേരം മിക്കവരുടെ മനസ്സിൽ വരുന്നത് കുറേ സിനിമകളായിരിക്കും അല്ലേ. ആ പേരിൽ തന്നെ സിനിമകളുണ്ട്, പക്ഷേ ഇതിനൊന്നും റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. ബിടെക് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 4 വർഷത്തിൽ 8 സെമസ്റ്റർ ഉണ്ടാവും. ഒരു സെമസ്റ്റർ 6 മാസം വെച്ചിട്ടാണ് ഉണ്ടാവുക. ഫസ്റ്റ് ഇയർ ഒരു തേർഡ് ഇയർ വരെ നമുക്ക് ഈ ഓരോ സെമസ്റ്ററിലും 6 സബ്ജക്റ്റ് വെച്ച് പഠിക്കാനുണ്ടാവും കേട്ടോ. ഓരോ സബ്ജക്റ്റും 5 മൊഡ്യൂൾ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് ഓരോ സബ്ജക്റ്റിനും 2 അസൈൻമെന്റ്, അതേപോലെ തന്നെ ട്യൂട്ടോറിയൽ, പിന്നെ 2 സീരീസ് എക്സാം, പിന്നെ സെം എക്സാം, ഇതെല്ലാം കൂടി കൂടിയതാണ് നമ്മളെ ബിടെക് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ലാബ് ഉണ്ടാവും കേട്ടോ. അതെന്തായാലും വേണമല്ലോ. അപ്പോൾ 2 ലാബ് വെച്ച് ഓരോ സെമസ്റ്ററിലും എന്തായാലും ഉണ്ടാവും. നമുക്ക് ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് 6 മാസമാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് പഠിക്കാനുണ്ടാവും, അതേപോലെ തന്നെ അസൈൻമെന്റ്സ്, 2 സീരീസ് എക്സാം, ലാബുകൾ, ലാബ് എക്സാം, സെം എക്സാം, ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് 6 മാസം വരെ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആർട്ട് ഫെസ്റ്റും അതേപോലെ തന്നെ ടെക് ഫെസ്റ്റും ഉണ്ടാവും. ഇപ്പം ഞങ്ങളുടെ കോളേജിലെ ആർട്ട് ഫെസ്റ്റിന് പറയുന്ന പേരാണ് നോബുലെന്ന്, അതേപോലെ തന്നെ നമ്മളെ ടെക് ഫെസ്റ്റ് ആണ് ദ്വിക്ഷ. ഇത് ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരിക. അതായത് ഒരു വർഷം നോബുലാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ദ്വിക്ഷ ആയിരിക്കും. അതേപോലെ തന്നെ സ്പോർട്സ് ഡേ ഉണ്ടാവും. ഫസ്റ്റ് ഇയറിലെ 2 സെമസ്റ്റർ എല്ലാവരും കോമൺ സബ്ജക്റ്റ് ആയിരിക്കും കേട്ടോ പഠിക്കുക. സെക്കൻഡ് ഇയർ തൊട്ടാണ് നമ്മൾ കോർ സബ്ജക്റ്റിലേക്ക് വരുന്നത്. പിന്നെ ഫൈനൽ ഇയർ നമുക്ക് പ്രൊജക്റ്റ് ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടോട്ടൽ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ KTU എന്ന് പറയും. KTU 2015 കേട്ടോ വന്നത്. അതിന് മുന്നേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലായിരുന്നു നമ്മൾ ബിടെക് പഠിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ KTUവിന്റെ 2019 സ്കീമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കയറിയ ഫസ്റ്റ് ഇയേഴ്സ് മുതൽ 2024 സ്കീമാണ്. അതായത് ഇനി KTUവിന്റെ അണ്ടറിൽ പഠിക്കുന്നവരെല്ലാം 2024 സ്കീമാണ് പഠിക്കുന്നത്. അത് 19 സ്കീമിനെ വെച്ചിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. നമ്മൾ ഇന്ന് 2019 സ്കീമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏത് സ്കീമായാലും നമുക്ക് ഒരു സെമസ്റ്ററിൽ 2 സീരീസ് എക്സാം വെച്ചിട്ടുണ്ടാവും. 2019 സ്കീമിന്റെ ബേസിസിലാണെങ്കിൽ നമുക്ക് ഒരു സബ്ജക്റ്റിൽ 5 മൊഡ്യൂൾ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ ഫസ്റ്റ് ഹാഫ്, അതായത് 2.5 മൊഡ്യൂള് ഫസ്റ്റ് സീരീസ് എക്സാമിനും ബാക്കി 2.5 മൊഡ്യൂള് അടുത്ത സീരീസ് എക്സാമിനായിട്ടാണ് ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇന്റേണൽ മാർക്ക് ഉണ്ട്. അത് 50ലാണ് ഇന്റേണൽ മാർക്ക് വരുന്നത്. ഇത് 2024 സ്കീമിനും അതേപോലെ തന്നെ 2019 സ്കീമിനും സെയിം തന്നെയാണ് കേട്ടോ. ഈ 50ൽ 15 മാർക്ക് അസൈൻമെന്റ്സിനും 10 മാർക്ക് അറ്റൻഡൻസിനും ബാക്കി 25 മാർക്ക് സീരീസ് എക്സാമിനും വെച്ചിട്ടാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അറ്റൻഡൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് 75% അറ്റൻഡൻസ് മസ്റ്റ് ആണ്. ഇതിൽ കുറയുവാണെങ്കിൽ നമ്മൾ അണ്ടർ ആവും. അതുകൊണ്ട് മാക്സിമം ആരും ഈ അറ്റൻഡൻസിൽ കുറയാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ കുറയുകയാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ 10 മാർക്ക് എന്ന് പറയുന്നത് 90% എൻ്റെ എബോവ് ഉണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് 10 മാർക്ക് കിട്ടും കേട്ടോ. അതിൽ കുറയുന്നതിനനുസരിച്ച് ഒരു 85 to 90 ആണെങ്കിൽ 9 മാർക്ക്, ഇങ്ങനെയായിട്ട് അറ്റൻഡൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് ക്ലാസ്സുകൾ കൂടുതലുണ്ടെങ്കിൽ പെർസെൻറ്റേജിൽ കുറഞ്ഞ ക്ലാസ്സുകൾ കട്ടായാലും പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് അറ്റൻഡൻസിൻ്റെ കാര്യം വരുന്നത്. ഇനി അസൈൻമെന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അസൈൻമെന്റ്സ് എഴുതി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 15 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി മിനിമം ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് 35 ആണ് കേട്ടോ. ഈ 35 കിട്ടിയില്ലെങ്കിൽ നമ്മൾ അണ്ടർ ആവും. അത് മാത്രമല്ല, നമ്മൾ ഇന്റേണലിൽ 35ഉം സെം എക്സാമിന് നമ്മൾ എഴുതി 40ഉം കിട്ടി ടോട്ടൽ 75 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവും. ഇനി നേരെ മറിച്ച് ഇന്റേണൽസ് 35ഉം സെം എക്സാം 40 കുറവുമാണെങ്കിൽ നമ്മൾ ഫെയിൽ ആവും. അതേപോലെ തന്നെ സെം എക്സാമിന് നമുക്ക് 40 കിട്ടി, എന്നാൽ ഇന്റേണൽസിൽ 30 ഉള്ളെങ്കിൽ നമ്മൾ ഫെയിൽ ആണ്. പക്ഷേ KTU ഇപ്പം ലോ പാസ് ഗ്രേഡ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇന്റേണൽസ് കുറഞ്ഞിട്ടാണ് നമ്മൾ ഫെയിൽ ആവുന്നതെങ്കിൽ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോ പാസ് ഗ്രേഡിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളെ ഗ്രേഡ് ഫെയിൽ എന്നുള്ളത് ലോ പാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് മാക്സിമം ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും നോക്കുക. കാരണം ലോ പാസ് ഗ്രേഡ് നമ്മളെ CGPA വല്ലാതെ കുറയ്ക്കും. അതേപോലെ തന്നെ ഈ ബിടെക് ഗ്രേഡ് എന്ന് പറയുന്നത് CGPA വെച്ചിട്ടാണ്. ഓരോ സെമ്മിലും നമുക്ക് വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അത് STP ആയിരിക്കും. ഈ ടോട്ടൽ STP എല്ലാം കൂടി കൺവേർട്ട് ചെയ്തിട്ടാണ് CGPAയിലേക്ക് വരുന്നത്. ടോട്ടൽ 10ലാണ് CGPA വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഹയസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് S ആണ്. ഇപ്പോൾ ലോവസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് ലോ പാസ് ആണ്. നേരത്തെ ആണെങ്കിൽ അത് P ആയിരുന്നു, പാസ്. നമ്മളെ KTUവിൽ മെയിൽ 1 മന്ത് വെക്കേഷൻ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെയൊക്കെ ഞങ്ങൾക്ക് സെം എക്സാമിന്റെ ഇടയിലൊക്കെ ആയിട്ട് സ്റ്റഡി ലീവ് ആയിട്ട് ഈ വെക്കേഷൻ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഫൈനൽ ഇയർ എത്തുന്ന സമയത്ത് പ്രൊജക്റ്റ് ആണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടാവുക. അപ്പം ഏറ്റവും കൂടുതൽ അവേഴ്സ് കിട്ടുന്നത് പ്രൊജക്റ്റിന് തന്നെയായിരിക്കും. അപ്പം നമ്മൾ ടീമായിട്ടായിരിക്കും ഈ പ്രൊജക്റ്റുകൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കൊരു എൻജോയ് ചെയ്യാനുള്ള സമയമൊന്നും ഈ ബിടെക് ലൈഫിന്റെ ഇടയിൽ ഉണ്ടാവില്ല. അതൊന്നും ആരും എക്സ്പെക്ട് ചെയ്തിട്ട് ബിടെക് എടുത്ത് പഠിക്കാൻ വരരുത്. ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് മാത്രം എടുത്ത് പഠിക്കുക, അല്ലാതെ ആരും നിർബന്ധത്തിനൊന്നും പഠിക്കാതിരിക്കുക.
അഥവാ വന്ന് പെട്ടുപോയെങ്കിൽ അത് ഇഷ്ടപ്പെട്ട് എങ്ങനെയും പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പഠിക്കുന്നത് NSS കോളേജിലാണ് കേട്ടോ. പിന്നെ എൻ്റെ ബ്രാഞ്ച് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ആണ്. ഇത് ഇവിടെ NSS കോളേജിലും പിന്നെ വേറൊരു കോളേജിലും മാത്രമേ KTUവിൻ്റെ അണ്ടറിലുള്ളൂ. അതുകൊണ്ട് നിങ്ങളിൽ ചിലരൊന്നും ഈ കോഴ്സ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ കീം എഴുതിയിട്ട് മാക്സിമം ഗവൺമെൻറ് കോളേജിൽ കയറാൻ നോക്കുക കേട്ടോ. കാരണം അവിടെ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവുമെന്ന് പറയാം. അതേപോലെ തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുന്നതും ആ കോളേജിൽ എത്രത്തോളം പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണം കേട്ടോ. കാരണം അത് നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മളെ റിയൽ ബിടെക് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ഗായ്സ്.